ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താഴും, പക്ഷെ ഇരുമ്പ് കപ്പൽ താഴില്ല. താഴാത്തതിൻ്റെ കാരണം താഴാത്ത വിധത്തിൽ അതിൻ്റെ ശരീരത്തിൽ ഒരു മാറ്റം വരുത്തി. അപ്പൊ ആ ശരീരത്തിൽ വരുത്തിയ മാറ്റമാണ് വെള്ളത്തിൽ താഴാതിരിക്കാൻ കപ്പലിനെ സഹായിച്ചത്. പത്രോസ് താണ വെള്ളത്തിൽ ഈശോ താണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളത്തിനല്ല മാറ്റം വന്നത്, യേശുവിൻ്റെ ശരീരത്തിനാണ് മാറ്റം വന്നത്. സമ്മതിക്കാവോ? അപ്പോൾ വെള്ളത്തിനല്ല, വെള്ളം പഴയ പോലെ തന്നെയാണ്. ഈശോയ്ക്ക് വെള്ളത്തിൽ നിന്നാലും താഴാത്ത വിധത്തിൽ ഈശോ തൻ്റെ ശരീരത്തെ ഭാരമില്ലാത്തതാക്കി മാറ്റി. ഈ ഭാഗം വായിക്കുന്ന നമുക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കർത്താവിന് അപ്പത്തെ മാത്രമല്ല മാറ്റാൻ കഴിയുന്നത്, അവൻ്റെ ശരീരത്തെയും മാറ്റാൻ കഴിയും. ഈ സംഭവത്തിലൂടെ ഈശോ ലോകത്തിന് മുമ്പിൽ തെളിയിക്കുകയാണ്, ഐ ക്യാൻ ട്രാൻസ്ഫോം മൈ ബോഡി ടു, ഐ ക്യാൻ ട്രാൻസ്ഫോം ദിസ് ബ്രെഡ് യു ഗിവൺ ടു മൈ ഹാൻഡ് ആൻഡ് ഐ ക്യാൻ ട്രാൻസ്ഫോം മൈ ഫ്ലഷ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, അന്ത്യത്താഴമേശയിൽ വെച്ച് യേശു അപ്പമെടുത്തിട്ട് ഇതെൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ യൂദാസ് ഉൾപ്പെടെ ഒരാൾ പോലും ചോദിച്ചില്ല അതെങ്ങനെ ഒക്കും എന്ന് ചോദിച്ചോ? ഇല്ല. കാരണം അവരുടെ മുമ്പിൽ യേശു തെളിയിച്ചിട്ടുണ്ട്, എനിക്കിത് പറ്റും.